നമ്മൾ ദൈവവചനത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു വലിയ സത്യം, യേശു ഈ ലോകത്തിൽ എന്താണ് ചെയ്തത്? ഒന്നാമതായിട്ട്, യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കേട്ടതുപോലെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തോടു കൂടി ആയിരിക്കുവാനാണ്. എന്ന് പറയുമ്പോൾ അവിടുത്തെ അറിയുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനുമാണ്. ദൈവത്തെ സേവിക്കുക എന്ന് പറയുമ്പോൾ എഫേസ്യോസിന്റെ 2-ാം അധ്യായത്തില് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യേണ്ട സൽപ്രവൃത്തികൾ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിൽ അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തില്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ട സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുവാൻ വേണ്ടി യേശു ക്രിസ്തുവിലാണ് അത് ഒരുക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കൂ. നമ്മളെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക സൽപ്രവൃത്തി ചെയ്യുവാനാണ്. നമുക്കൊരു പ്രത്യേക ദൗത്യമുണ്ട്. ഈ ദൗത്യം നിർവഹിക്കണമെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളെ സൃഷ്ടിച്ച സ്ഥലത്ത് ആയിരിക്കണം. എഫേസ്യോസിന്റെ 1-ാം അധ്യായത്തില് 4-ാം വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിലാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഇന്ന് ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്ന മനുഷ്യൻ സ്വാഭാവികമായി വരുന്നത് ആദത്തിന്റെ ഛായയിലാണ്. പാപിയായ, രോഗിയായ, ശപിക്കപ്പെട്ടവനായ, ദൈവത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്ന, ഒരിക്കലും ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത ആദത്തിന്റെ സന്തതികളായിട്ടാണ് എല്ലാ മനുഷ്യരും ഈ ഭൂമിയിലേക്ക് കടന്നു വരിക. ആ അവസ്ഥയിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നിറവേറുകയില്ല. അത് പഴയ സൃഷ്ടിയാണ്. പഴയ സൃഷ്ടിയിൽ നമ്മൾ ജനിക്കുന്നു. ആ പഴയ സൃഷ്ടിയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സൽപ്രവൃത്തി ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട് ദൈവം നമ്മളെ കൈവിട്ടില്ല. പകരം ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചു. അവസാനത്തെ ആദം എന്ന് വിശേഷിപ്പിക്കുന്ന ദൈവമായ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പാപമറിയാത്തവനായിട്ട്, പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ പുരുഷന്റെ സ്പർശനമേൽക്കാത്ത ഒരു കന്യകയിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഗർഭം ധരിച്ച് ഈ ഭൂമിയിലേക്ക് അവതരിച്ച യേശു, പാപമില്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു നമുക്ക് പകരക്കാരനായി നമ്മുടെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് മരണത്തിൽ നിന്നും ഉത്ഥാനം ചെയ്ത് മരണത്തെയും പാപത്തെയും ശാപത്തെയും സാത്താനെയും ഒക്കെ പരാജയപ്പെടുത്തി ഇന്ന് ജീവിക്കുന്നു. ഒരു പുതിയ സൃഷ്ടി ആരംഭിച്ചു. ഈ പുതിയ സൃഷ്ടിയിലേക്ക് വന്നു കഴിയുമ്പോഴേ ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിച്ചത് നടപ്പാകുകയുള്ളൂ. നമ്മളെ ഇവിടെ ആദ്യമേ ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ആദത്തിലൂടെ നമ്മളെല്ലാം ഇവിടെ കടന്നു വന്ന് ഈ ഭൂമി മുഴുവനും ദൈവമക്കളെ കൊണ്ട് നിറയ്ക്കുവാനായിരുന്നു. ഈ ഭൂമിയിൽ ദൈവരാജ്യം കടന്നു വരാനായിരുന്നു. എന്തിനാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ കടന്നു വരേണ്ടത്? സ്വർഗത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട പ്രധാന മാലാഖമാരിൽ ഒരാളായ ലൂസിഫർ, ദൈവത്തിന്റെ ശത്രുവായി മാറിയ സാത്താൻ ഈ ഭൂമിയിലേക്കാണ് ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് വെളിപാട് പുസ്തകത്തില് 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നു. ഈ ഭൂമി മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സാത്താനുണ്ട്. ഈ സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമി മുഴുവനും ദൈവരാജ്യം കൊണ്ട് നിറയുവാനാണ് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ സാത്താനെ വിശ്വസിച്ച്, സാത്താന്റെ വചനം വിശ്വസിച്ച് ദൈവത്തിൽ അവിശ്വസിച്ചത് കൊണ്ട് മനുഷ്യൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വിട്ട് സാത്താന്റെ അടിമയായി. അങ്ങനെ നമ്മളെല്ലാവരും ആ സാത്താന്റെ രാജ്യത്ത്, സാത്താന്റെ അടിമത്തത്തില് പാപിയായിട്ട് ശപിക്കപ്പെട്ടവനായിട്ടാണ് ജനിക്കുക. ഇവിടുന്ന് നമ്മളെ രക്ഷിക്കുവാനാണ് യേശു വന്നത്. യേശു ആ രക്ഷാകര കർമ്മം പൂർത്തിയാക്കിയതിന് ശേഷം ഇന്നൊരു പുതിയ സൃഷ്ടി ആരംഭിച്ചു. അതുകൊണ്ട് നമുക്കിന്ന് രക്ഷയുണ്ട്. ആ രക്ഷ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് അത് സ്വന്തമാക്കണം. സ്വന്തമാക്കുക എന്നുള്ളത് നിർബന്ധമാണ്.